ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നവംബർ 26 കറണ്ട് അഫയേഴ്സ് ആണ്. നവംബർ 26 എന്ന് പറയുമ്പോൾ അതിന്റെ വളരെയധികം അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനാ ദിനം അഥവാ സംവിധാൻ ദിവസ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ നവംബർ 26 ഏത് ദിവസമാണ്? ഭരണഘടനാ ദിനമാണ്. നവംബർ 26 ഭരണഘടനാ ദിനം. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചേക്കുക. അതിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. നവംബർ 26 അത് ദേശീയ ക്ഷീരദിനം കൂടെയാണ് നവംബർ 26 എന്ന് പറയുന്നത്. എന്താണ്? ദേശീയ ക്ഷീരദിനമാണ്. കിട്ടിയല്ലോ. ഇനി അടുത്തത് നോക്കാം. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ തോൽവി ഏത് ടീമിനോടായിരുന്നു? ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത് ഏത് ടീമിനോടായിരുന്നു എന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയോടായിരുന്നു. ഏത് രാജ്യത്തോടായിരുന്നു? ദക്ഷിണാഫ്രിക്കയോട്. അടിയന്തര പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് മുൻകൂറായി പണം അടക്കാത്തതിന്റെ പേരിൽ ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സ നിഷേധിക്കരുത് എന്ന് പ്രസ്താവിച്ച കോടതി കേരള ഹൈക്കോടതിയാണ്. അടിയന്തര പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് മുൻകൂറായി പണം അടക്കാത്തതിന്റെ പേരിൽ ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സ നിഷേധിക്കരുത് എന്ന് പ്രസ്താവിച്ച കോടതി നമ്മുടെ കേരള ഹൈക്കോടതിയാണ്. ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം എന്ന് പറയുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. എന്തിന്? ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഒന്നുകൂടെ നോക്കി നോക്കാം നമുക്ക്. നവംബർ 26 രണ്ട് പ്രത്യേകത പറഞ്ഞ് ഭരണഘടനാ ദിനമാണ് അല്ലെങ്കിൽ സംവിധാൻ ദിവസാണ്. പിന്നെന്താണ്? ദേശീയ ക്ഷീര ദിനമാണ്. അടുത്തത് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ തോൽവി ഏത് ടീമിനോടായിരുന്നു എന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയോടാണ്. അടിയന്തര പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് മുൻകൂറായി പണം അടക്കാത്തതിന്റെ പേരിൽ ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സ നിഷേധിക്കരുത് എന്ന് പ്രസ്താവിച്ച കോടതി കേരള ഹൈക്കോടതിയാണ്. ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കാം നമുക്ക്. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ അഥവാ IAU ചൊവ്വയിൽ ശാസ്ത്ര പ്രാധാന്യമുള്ള ചെറിയ ചില ഗർത്തങ്ങൾക്ക് നൽകിയ കേരളത്തിലെ സ്ഥലപ്പേരുകൾ: ഒന്ന് വർക്കല, രണ്ട് ബേക്കൽ, ദെൻ തുമ്പ, വലിയമല. ഏതൊക്കെയാണ്? അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ ചൊവ്വയിൽ ശാസ്ത്ര പ്രാധാന്യമുള്ള ചെറിയ ഗർത്തങ്ങൾക്ക് നൽകിയ കേരളത്തിലെ ചില പേരുകൾ എന്ന് പറയുന്നത് വർക്കല, ബേക്കൽ, തുമ്പ, വലിയമല. വർക്കല, ബേക്കൽ, തുമ്പ, വലിയമല. കിട്ടിയല്ലോ. അടുത്തത് 2026 ICC പുരുഷ T20 ലോകകപ്പ് ടൂർണമെന്റിന്റെ അംബാസിഡറായി തെരഞ്ഞെടുത്തത് രോഹിത് ശർമ്മയെയാണ്. 2026 ICC പുരുഷ T20 ലോകകപ്പ് ടൂർണമെന്റിന്റെ അംബാസിഡറായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? രോഹിത് ശർമ്മയെയാണ്. ഇനി അടുത്ത നോക്കാം. ബഹുഭാരിത്വം ക്രിമിനൽ കുറ്റമായിക്കൊണ്ട് 2025 നവംബറിൽ നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ആസാമാണ്. ബഹുഭാര്യത്വം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2025 നവംബറിൽ നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം. ബഹുഭാര്യത്വത്തെ എന്താ നമ്മൾ പറയാ ഇംഗ്ലീഷില്? പൊളിഗമി എന്ന് പറയും അല്ലെ. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം, ഇംഗ്ലീഷില് വരാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ അത് അസാമിലാണ് എന്നുള്ളത് കൂടെ ഓർത്തു വച്ചേക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽ പാലം നിലവിൽ വരുന്നത് നയാഗഡ്, ഒഡീഷയാണ്. അപ്പൊ നയാഗഡ് എവിടെയാണ്? ഒഡീഷയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽ പാലം നിലവിൽ വരുന്നത് ഒഡീഷയിലെ നയാഗഡിലാണ്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷകർ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ലെജിനാൻഡ്ര പ്രതീപിയാന എന്നുള്ളത് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷകർ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കി നോക്കാം നമുക്ക്. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ IAU ചൊവ്വയിൽ, ഓക്കെ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം, ചൊവ്വയിൽ ശാസ്ത്ര പ്രാധാന്യമുള്ള ചെറിയ ചില ഗർത്തങ്ങൾക്ക് നൽകിയ കേരളത്തിലെ സ്ഥലപ്പേരുകളാണ് വർക്കല, ബേക്കൽ, തുമ്പ, വലിയമല. 2026 ICC പുരുഷ T20 ലോകകപ്പ് ടൂർണമെന്റിന്റെ അംബാസിഡറായി തെരഞ്ഞെടുത്തത് രോഹിത് ശർമ്മയെയാണ്. ദെൻ ബഹുഭാരിത്വം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2025 നവംബറിൽ നിയമസഭയിൽ ബിൽ
അവതരിപ്പിച്ച സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽ പാലം നിലവിൽ വരുന്നത് ഒഡീഷയിലെ നയാഗഡ് ആണ്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷകർ വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ലെജിനാൻഡ്ര പ്രദീപിയാന എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 2025 ഗ്ലോബൽ കമ്മിറ്റ്മെന്റ് ടു ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ എന്താണ് CDI എന്ന് പറയും. അതായത് ഗ്ലോബൽ കമ്മിറ്റ്മെന്റ് ടു ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 36 ആണ്. എത്രാം റാങ്ക് ആണ്? 36ാം റാങ്ക് ആണ്. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഏത് പരമ്പരാഗത വാളിനാണ് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളത്? ദാവോ. എന്താണ്? ദാവോ. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഏത് പരമ്പരാഗത വാളിനാണ് ഭൗമസൂചിക പദവി ലഭിച്ചത്? ദാവോ. കിട്ടിയല്ലോ. ഇനി SIR നടപടികൾ പൂർത്തിയാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ BLO എന്ന് പറയുന്നത് പുഷ്പത്തൂർ വിനോദ് കുമാർ ആണ്. SIR നടപടികൾ പൂർത്തിയാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ BLO എന്ന് പറയുന്നത് പുഷ്പത്തൂർ വിനോദ് കുമാർ ആണ്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ, അതായത് 77 അടി ഉയരം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കാണക്കൊണ, ഗോവ. എവിടെയാണ്? കാണക്കൊണ, ഗോവയാണ് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ, അതായത് 77 അടി സ്ഥാപിതമാകുന്നത് കാണക്കൊണ, ഗോവയാണ്. ഓക്കെ ആണല്ലോ. ഇനി 2025 നവംബർ അവസാനം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് അറിയപ്പെടുന്നത് സെൻയാർ എന്നാണ്. 2025 നവംബർ അവസാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് സെൻയാർ. UAE ആണ് ഈ പേര്, അതായത് സിംഹം എന്ന അർത്ഥം വരുന്ന, സെൻയാറിന്റെ അർത്ഥം എന്താണ്? സിംഹം എന്ന അർത്ഥം വരുന്ന ഈ പേര് നിർദ്ദേശിച്ചത് UAE ആണ് എന്നുള്ളതും കൂടെ ഓർത്തു വെച്ചേക്കാം. ഒന്നുകൂടെ ഈ പേജ് നോക്കി നോക്കാം. നമുക്ക് 2025 ഗ്ലോബൽ കമ്മിറ്റ്മെന്റ് ടു ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 36 ആണ്. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഏത് പരമ്പരാഗത വാളിനാണ് ഭൗമസൂചിക പദവി ലഭിച്ചത്? ദാവോ. SIR നടപടികൾ പൂർത്തിയാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ BLO പുഷ്പത്തൂർ വിനോദ് കുമാർ ആണ്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ, അതായത് 77 അടി ഉയരമുള്ള ശ്രീരാമ പ്രതിമ സ്ഥാപിതമാകുന്നത് കാണക്കൊണ, ഗോവയാണ്. 2025 നവംബർ അവസാനം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് സെനിയാൻ ചുഴലിക്കാറ്റാണ്. UAE ആണ് ഇതിന്റെ പേര്. അർത്ഥം എന്താ വരുന്നത്? സിംഹം അല്ലെ. UAE ആണ് ഈ ഒരു പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഇന്ത്യൻ നാവികസേനയും റോയൽ ഓസ്ട്രേലിയൻ നാവികസേനയും സംയുക്തമായി നടത്തുന്ന നാവിക അഭ്യാസം അറിയപ്പെടുന്നത് ഓസിൻഡെക്സ് 2025. എന്താണ്? ഓസിൻഡെക്സ് 2025 എന്താണ്? ഇന്ത്യൻ നാവികസേനയും റോയൽ ഓസ്ട്രേലിയൻ നാവികസേനയും സംയുക്തമായി നടത്തുന്ന നാവിക അഭ്യാസമാണ് ഓസിൻഡെക്സ് 2025. ഓസിൻഡെക്സ് 2025 ഇന്ത്യൻ നാവികസേനയും റോയൽ ഓസ്ട്രേലിയൻ നാവികസേനയും സംയുക്തമായി നടത്തുന്ന നാവിക അഭ്യാസമാണ്. വടക്കൻ പസഫിക് സമുദ്രത്തിലായിരുന്നു അഭ്യാസം. എവിടെയാണ്? വടക്കൻ പസഫിക് സമുദ്രത്തിലായിരുന്നു അഭ്യാസം. എവിടെയാണ്? വടക്കൻ പസഫിക് സമുദ്രത്തിൽ. ഇനി 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാകുന്നത് ഇന്ത്യയിലെ അഹമ്മദാബാദ് ആണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി അഹമ്മദാബാദ് ആണ്. ഇതിനു മുമ്പ് 2010 ഡൽഹിയിലാണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ 2010 മുമ്പ്, അതായത് ഡൽഹിയിലാണ് ഇതിന് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായിട്ടുള്ളത്. 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ജാവോഖിർ സിൻഡ്രോവ് ആണ്. ഉസ്ബെക്കിസ്ഥാന്റെ ജാവോഖിർ സിൻഡ്രോവ് ആണ്. ആരാണ്? ജാവോഖിർ സിൻഡ്രോവ്. 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര്? ജാവോഖിർ സിൻഡ്രോവ് എന്ന് പറയുന്നത്. ടൈ ബ്രേക്കറിൽ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ വെയ്യിയെ തോൽപ്പിച്ചു. ആരെ തോൽപ്പിച്ചത്? ടൈ ബ്രേക്കറിൽ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ വെയ്യി ട്ടോ. നോക്കത്
ആ വെയിയെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ ലഭിച്ചിട്ടുള്ളത്, അതായത് 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ജാവോക്കിർ സിൻഡ്രോവ്, ഉസ്ബെക്കിസ്ഥാന്റെ ജാവോക്കിർ സിൻഡ്രോവ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നുകൂടെ നോക്കി നോക്കാം. ഇന്ത്യൻ നാവികസേനയും റോയൽ ഓസ്ട്രേലിയൻ നാവികസേനയും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസമാണ് ഓസിൻഡെക്സ് 2025. വടക്കൻ പസഫിക് സമുദ്രത്തിലായിരുന്നു അഭ്യാസം എന്ന് പറയുന്നത്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി അഹമ്മദാബാദ്, ഇന്ത്യയിലെ അഹമ്മദാബാദ് ആണ്. ഇതിനു മുമ്പ് 2010 ഡൽഹിയിലാണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായിട്ടുള്ളത്. 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ജാവോക്കിർ സിൻഡ്രോവ്, ഉസ്ബെക്കിസ്ഥാൻ. ട്രൈ ബ്രേക്കറിൽ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ വെയിയെ തോൽപ്പിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. പഠിച്ചതിന് ശേഷം 11:30 എക്സാം എവിടെ, ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്ന പോൾ എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക്